എവരിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അക്ഷര. ഞാൻ ക്ഷേത്രയിലെ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. അതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു സർവേ എടുക്കാൻ പോവുകയാണ്. ചേച്ചി, ഈ പേരെന്തുവാ? വീട് അടുത്താണോ? ഇവിടെ അടുത്ത്. മെയ് 17 എന്താ പ്രത്യേകം അറിയാവോ? അറിയില്ല. മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. അനുബന്ധിച്ചാണ് ഞങ്ങൾ എല്ലാവരോടും BP-യുടെ കാര്യം കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ചേച്ചിക്ക് BP ഉണ്ടോ? ഇല്ല. വീട്ടിലാർക്കെങ്കിലും? വീട്ടില് ഇപ്പൊ ആർക്കില്ല. അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ മരിച്ചു. അപ്പൊ BP വന്നാൽ എങ്ങനെയാ വരുന്നത്, അത് വരാതിരിക്കാനുള്ള കാരണം അതെല്ലാം അറിയാവോ? കുറച്ച് കൂടുതലായിട്ട് അറിയില്ല. നമ്മള് ഉപ്പ് ഉള്ള ആഹാരങ്ങൾ കുറക്കുക എന്നുള്ളത് മാത്രമാണ് അറിയുന്നത്. അപ്പൊ BP വരാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതലാണെങ്കിൽ നമ്മൾ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ ഉപ്പുള്ള ഭക്ഷണങ്ങൾ കുറക്കണം. പിന്നെ കുറച്ച് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഈ ഫ്രൂട്ട്സ്, അതുപോലെ ഇലക്കറികൾ, അങ്ങനെ എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ BP നമ്മുടെ നോർമൽ ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും വീട്ടിലാർക്കെങ്കിലും എന്ന് വെച്ചാൽ കൊളസ്ട്രോള് അങ്ങനെ ഒരു, അപ്പോൾ ഈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ എണ്ണ പലഹാരങ്ങളൊക്കെ കുറച്ചാൽ മതി, മാറിക്കോളും. നമസ്കാരം അമ്മേ, എൻ്റെ പേര് അക്ഷര. ഞാൻ ക്ഷേത്രത്തിൽ വരുന്ന നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നാളത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്, അറിയാവോ അമ്മയ്ക്ക്? ഇല്ല. നാളത്തെ ദിവസം എന്ന് പറയുന്നത് ലോക രക്താതിമർദ്ദ ദിനമാണ്. അപ്പോ രക്താതിമർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ BP കൂടുന്നതാണ് രക്താതിമർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാത്തത് പറഞ്ഞു തരാനും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് BP എങ്ങനെയാണ് വരുന്നത്, അത് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പൊ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്ത് അത് കുറയ്ക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മിക്കവർക്കും BP കാണുമല്ലേ? ഇപ്പൊ പ്രായം കൂടി വരുന്നതനുസരിച്ച് ചിലവർക്ക് BP കാണും, ചിലവർക്ക് ഫാമിലി, നമ്മുടെ കുടുംബങ്ങളിലെ ഓരോരുത്തർക്കും ഉള്ളത് കൊണ്ട് തന്നെ മിക്കവർക്കും BP വരാറുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ജീവിത ശൈലി കൊണ്ടാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. നമുക്കിപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മാനസികമായിട്ടും ശാരീരിക രണ്ട് തരത്തിലാണ് നമുക്ക് കാര്യങ്ങളുള്ളത്. മാനസികമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് മാനസിക സംഘർഷങ്ങൾ കൊണ്ടും ഉറക്കമില്ലാത്തത് കൊണ്ടുമാണ് BP കൂടുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ ശൈലിയിൽ വരുന്ന പ്രശ്നങ്ങൾ. നമ്മളിപ്പോ എണ്ണ കൂടുതൽ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് BP കൂടാനുള്ള സാധ്യതയുണ്ട്. കൊളസ്ട്രോള് കൂടുതലുള്ളവർക്ക് BP കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നന്റ് ആയിട്ട് ഉള്ള സ്ത്രീകൾക്ക് വരും, നമ്മൾ ഗർഭനിരോധന ഗുളിക കഴിക്കുന്നവർക്ക് വരും. പിന്നെ നമുക്കിപ്പോ എന്തെങ്കിലും അസുഖം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരും. ഈ ഡയബറ്റിക്സ്, അങ്ങനെയുള്ള ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങള്, പിന്നെ കരളിലൊക്കെ ഓൾറെഡി പ്രശ്നങ്ങളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ BP കൂടാനുള്ള സാധ്യതയുണ്ട്. മദ്യപിക്കുന്നവർക്ക്, പുകവലിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ BP ഇങ്ങനെ കൂടി നിൽക്കുകയായിരിക്കും. നമ്മളിപ്പം IT മേഖലകളിലും അല്ലെങ്കിൽ നമ്മൾ ഉറക്കം നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ എപ്പോഴും BP കൂടുതലായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ BP കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉറങ്ങുകയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പ്രായമായവരോട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ വ്യായാമം ചെയ്യാൻ, നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റാത്തവരോട്. അപ്പൊ നമുക്ക് അവരോട് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റം, ഉപ്പും എണ്ണയും കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക, പച്ചക്കറികള്, ഈ ഫലവർഗ്ഗങ്ങള് നമ്മൾ ജ്യൂസ് ആക്കിയോ അല്ലെങ്കിൽ എങ്ങനെ വേണേലും കഴിക്കാം. പിന്നെ ആരോഗ്യമായിട്ട് നമുക്കിപ്പം പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോട്ട്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ ശരീരത്ത് അമിത വണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ BP കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പിന്നെയും പുറത്തുനിന്ന് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം പിന്നെയും വഷളായി പോകത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇല പച്ചക്കറികള്, ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ പറയുന്നത്. നമുക്കിപ്പൊ പച്ചക്കറി എങ്ങനെ വേണേലും നമുക്ക് കഴിക്കാലോ. ചിലതൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും കഴിക്കാം, സാലഡ് ആക്കിയോ അല്ലെങ്കിൽ പച്ചക്കറി തോരൻ വെച്ചോ കറി വെച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ കഴിക്കാം.
പിന്നെ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് രക്തം കൂടുന്ന രക്തത്തിന്റെ അളവ് ശരീരത്തിൽ കൂട്ടാൻ പറ്റുന്ന ഈ ഫലവർഗ്ഗങ്ങൾ കഴിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഉറങ്ങുക. നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ ശാന്തമാക്കി വെക്കാൻ നോക്കുക. നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് എല്ലാവർക്കും കാണും, പക്ഷെ എന്നാലും അതൊക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക്, നമുക്ക് ആകെ ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ കിട്ടുന്ന കുറച്ച് സമയമേ കാണത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ മനസ്സിന് സന്തോഷം കിട്ടുന്നത്, അല്ലെങ്കിൽ ശരീരത്തിന് സന്തോഷം കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ BP കൂടിയാൽ നമുക്ക് ഇങ്ങനെ കുറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ക്ഷീണം ഉണ്ടാകും, പിന്നെ നമുക്ക് ശരീരത്തിൽ ഭയങ്കര തളർച്ചയായിരിക്കും, തലവേദന ഉണ്ടാകും, നെഞ്ചുവേദന വരും, പിന്നെ ശ്വാസം എടുക്കാനായിട്ട് കുറച്ച് തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാകും. ഇത് കൃത്യസമയത്ത് നമ്മൾ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്നതെന്ന് പറയുന്നത് ഹൃദയാഘാതം ഉണ്ടാകാം, പക്ഷാഘാതം ഉണ്ടാകാം. പക്ഷാഘാതം എന്ന് പറയുന്നത് ശരീരം തളർന്നു പോകുന്ന അവസ്ഥയാണ്. പിന്നെ ലിവർ, കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എല്ലാം വരാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രായമായവരാണെന്നുണ്ടെങ്കിൽ എല്ലാം കൃത്യസമയത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട കാര്യമാണ്. കൃത്യമായിട്ട് എല്ലാം ചെക്ക് ചെയ്യുക, നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതൊക്കെ കൃത്യസമയത്ത് ചെക്ക് ചെയ്യണം. നമ്മൾ ആഴ്ചയിൽ ഇപ്പൊ ഉള്ളവരാണോ BP കൂടുതലോ കുറവോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് ചെക്ക് ചെയ്യുക. ആഴ്ചയിൽ നമ്മളിപ്പോ മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വന്ന് ചെക്ക് ചെയ്യുക, നമ്മുടെ BP നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് ഔഷധങ്ങൾ ഇതിന് കുറയ്ക്കാനൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളത് എന്ത് മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താതെ നമ്മൾ എന്ത് മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുറയണം, ഇപ്പൊ നമുക്ക് കുറവാണെങ്കിൽ അത് കൂട്ടണമെങ്കിലും, ഇപ്പൊ കൂടുതലാണോ അത് കുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇപ്പൊ ഗുളിക കഴിച്ചാലും അത് ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലിയും കൂടെ മാറ്റം വരുത്തണം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഇപ്പൊ ആയുർവേദത്തിൽ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധങ്ങളുണ്ട്. നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം, നമുക്ക് മല്ലിയില, ഇഞ്ചി, ഈ ഏലക്ക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട്, ജീരകമൊക്കെ വളരെ നല്ലതാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് BPക്ക് വളരെ നല്ലതാണ്. പിന്നെ ഗുളികകളുണ്ട്, നോർമാലിൻ, ബൈപ്പാസിൽ എന്നൊക്കെ പറയുന്ന കുറച്ച് ഗുളികകളുണ്ട് ആയുർവേദത്തില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ്, അത് കൃത്യമായിട്ട് പാലിക്കുക. ഇപ്പൊ അമ്മയുടെ കാര്യത്തിൽ നമുക്കിപ്പോ പ്രായമായിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് സൂക്ഷിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടുള്ള ചെക്കപ്പ് എല്ലാം നടത്തുക, ആരോഗ്യം ശ്രദ്ധിക്കുക. താങ്ക് യു. ഇത്രയും നേരം സമയം ചെലവഴിച്ചതിനും എല്ലാത്തിനും നന്ദി. നമസ്കാരം ആന്റി, എന്റെ പേര് അക്ഷര. ഞാൻ ആയുർവേദയിലെ നഴ്സിംഗ് കോളേജിൽ നിന്ന് വരുന്ന സ്റ്റുഡന്റ് ആണ്. ആന്റിയുടെ പേരെന്താ? മരിയ. അപ്പോ BPയുടെ നോർമൽ വാല്യൂ എന്താണെന്നറിയോ? അല്ല, 120/80 mm of Hg ആണ് നോർമൽ വാല്യൂ. നമുക്കത് കൂടിക്കഴിഞ്ഞാൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 140 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, 90 അതിൽ കൂടുതൽ വരുന്നതാണ് കൂടുന്നതെന്ന് പറയുന്നത്. കുറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 90ലും 60ലും താഴെ വരുന്നതാണ് കുറയുന്നത് BP. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പം എങ്ങനെയാണ് BP വരുന്നത് അല്ലെങ്കിൽ BP എങ്ങനെയാണ് കൂടുക എന്നുള്ള കാര്യങ്ങള് എന്റെ ഫ്രണ്ട് പറഞ്ഞു തരും. ഹലോ ആന്റി, നമസ്കാരം. എന്റെ പേര് അക്ഷയ. അപ്പൊ BP കൂടിയാൽ കുറയ്ക്കാനുള്ള കാരണങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഉറക്കമില്ലായ്മ, പിന്നെ നമുക്ക് വ്യായാമക്കുറവ്, അതൊക്കെ കൂടുതൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അത് ചെയ്ത് നോക്കണം നല്ലതാണ്. അപ്പൊ അതൊക്കെ ചെയ്യണോണ്ട് നമുക്ക് BP കുറയ്ക്കാൻ പറ്റും. പിന്നെ ഭക്ഷണ രീതി, ജീവിതശൈലി മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ പുകവലിക്കാനോ മദ്യപിക്കണമൊക്കെ ഇതിനൊക്കെ ഒരു കാരണം തന്നെയാണ്. പിന്നെ നമുക്ക് കുറെ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ക്ഷീണമൊക്കെ വരുമ്പോ ഇതിനൊക്കെ ഒരു കാരണമാണ് BP കൂടുമ്പോൾ ഉള്ള കാരണങ്ങളൊക്കെ തന്നെ. പിന്നെ തലകറക്കം. അതിന്റെ ഇത് വന്നാലുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശ്വാസതടസ്സം ഉണ്ടാകും. BP കൂടുമ്പോൾ നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമുക്ക് നല്ലപോലെ ക്ഷീണം ഉണ്ടാകും, നമ്മൾ വിയർക്കും നല്ലപോലെ, നമുക്ക് തലവേദന ഉണ്ടാകും ഇടയ്ക്കിടയായിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും വെയിലൊക്കെ കൊണ്ടത് കൊണ്ട് ഒക്കെ ആയിരിക്കും വിചാരിക്കും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ. നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ട് സംഘർഷങ്ങൾ കൂടുമ്പോഴാണ്, നമ്മള് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതേപോലെ ഈ BP കൂടുന്നത്. അപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റും
നമസ്കാരം ആന്റി, എൻ്റെ ഒരു അപർണ. ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ബി പി ഉള്ളതല്ലേ, അതെങ്ങനെ നമുക്കെങ്ങനെ കുറക്കാം എന്നൊരു മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് വ്യായാമം ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വ്യായാമം ചെയ്യുക. മനസ്സിനും ശരീരത്തിന് റിലാക്സ് ആവുന്ന വ്യായാമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ അമിതവെണ്ണ, ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുറെ ഫുഡൊക്കെ ഉണ്ടല്ലോ, ഈ എണ്ണ പലഹാരം വറുത്തതും പൊരിച്ചതൊക്കെ, അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. അത് ഒഴിവാക്കിയിട്ട് പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ അങ്ങനെ കഴിച്ച് നമ്മുടെ ശരീരം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പുക വലിക്കുന്നതും മദ്യപിക്കുന്നതും എല്ലാം ഈ BP കൂടാൻ ചാൻസ് ഉണ്ട്. ഉറങ്ങണം. അപ്പൊ പണി ചെയ്ത് വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമിൽ നമ്മൾ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക. ഒരാൾ 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടത്. മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് റിലാക്സ് ആയി വേണം ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ BP എല്ലാം നോർമലായിട്ട് തന്നെ ഉണ്ടാവും. നന്ദിയുണ്ട് ആന്റി, ഞങ്ങളോട് ഇത്ര നേരം സംസാരിക്കാനും ഞങ്ങൾ പറയുന്നത് കേൾക്കാനും കാണിച്ച മനസ്സിന് നന്ദിയുണ്ട്. താങ്ക് യു. ഇതാണ് അമ്മയുടെ പേരെന്താ? യശോദ. ഓക്കെ. അമ്മയ്ക്ക് എന്തെങ്കിലും ബിപിയും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണജ. BP കൂടാനുള്ള കാരണങ്ങള് നമ്മുടെ ജീവിതശൈലിയില് വരുന്ന ജീവിതശൈലി, പിന്നെ ഈ ഉറക്കക്കുറവ് മൂലം BP വരാം. മദ്യപിക്കുന്ന ഒരാൾക്ക് BP വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ജോലി സംബന്ധമായിട്ട് ഉറക്കം നിൽക്കുമ്പോൾ വരാം. ഭക്ഷണക്രമങ്ങള്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സോഡിയം കൂടിയത്, ഉപ്പ് കൂടിയത്, എണ്ണ കൂടിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴേക്കും ഈ BP വരാനുള്ള ചാൻസ് ഉണ്ട്. വ്യായാമക്കുറവ്, വ്യായാമം ചെയ്യുക. പിന്നെ എല്ലാവരും വന്നതിന് സന്തോഷം. താങ്ക് യു. കുറച്ച് സ്ഥലങ്ങളിലും വീടുകളിലും പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല സഹകരണങ്ങളായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് സാധിക്കാൻ കഴിഞ്ഞു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.